സോ ഹേ ഗായ്സ് വെരി ഗുഡ് മോർണിംഗ് ടുഡേ. സോ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ സ്വന്തം അബി ഞങ്ങളുടെ ഫാമിലിയിലോട്ട് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുള്ളത് പുതിയൊരു ഫാമിലി മെമ്പറിനെ കാണിച്ചു തരാമെന്ന്. ഇൻട്രൊഡ്യൂസിങ് അവർ വൺ ആൻഡ് ഓൺലി XUV 500 ഗൈസ്. സോ നമ്മൾ എടുത്തിട്ടുണ്ട് XUV 500. ഇതിൻ്റെ 4 വീൽ ഡ്രൈവും ഉണ്ട്, 2 വീൽ ഡ്രൈവും ഉണ്ട്. സോ ചെറുക്കൻ എടുത്തിട്ടുള്ളത് 2 വീൽ ഡ്രൈവ് ആണ്. സോ ബാക്കി വിശേഷങ്ങളും ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ്, ഇത് എടുത്ത കാര്യങ്ങളെ പറ്റിയിട്ട് അവൻ പറയുന്നതായിരിക്കും. സോ ലെറ്റ്സ് എൻജോയ്. ഓക്കെ, ഞാൻ ഫുൾ എനിക്ക് ഇത് കാറ് കണ്ടത് മുതൽ ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഫുൾ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ പോണ വഴിയിൽ ഇതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി കാർ. ഓക്കെ, ഫ്രം ദ വ്യൂ ഇൻസൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. ഹേ ആൻഡ് വെരി ഗുഡ് മോർണിംഗ്. സോ ഇനി നമ്മള് കാറിന്റെ വിശേഷങ്ങളോട് കടക്കാൻ പോവാണ്. കാറിന്റെ ഓണറെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അബി, the one and only അബി. അബിയെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതെ, നമ്മള് പൊക്കൂല, നമ്മൾ ആക്ച്വലി അടിച്ച് താക്കാറാണ് പതിവ്. ഇതിപ്പോ വീഡിയോക്ക് വേണ്ടിട്ട് അടിച്ച് പൊക്കുന്നതേ ഉള്ളൂ. അപ്പൊ അബി, വിശേഷങ്ങൾ പറ. എത്ര നാളായി കാർ എടുത്തിട്ട്? 2 മാസം ആയതേ ഉള്ളൂ. കാർ എടുത്തിട്ട് 2 മാസം ആയതേ ഉള്ളൂ. സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എടുത്തത്. എന്തുകൊണ്ട് XUV-ലോട്ട് ഒരു ഇഷ്ടം തോന്നി? XUV ഫസ്റ്റ് ഏതായാലും SUV ടൈപ്പ് തന്നെ എടുക്കണമെന്നായിരുന്നു. കാര്യം എന്ന് വെച്ചാല് അറിയാലോ, വീട് ട്രിവാൻഡ്രത്താണ്, നമ്മൾ താമസിക്കുന്ന എറണാകുളത്താണ്. അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഹാച്ച് ബാക്കോ അല്ലെങ്കിൽ സെഡാൻ എടുത്താൽ പോലും വലിയ യാത്രാസുഖം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഇവിടുത്തെ റോഡുകളിലും നമ്മൾ ഫുള്ള് ലോകവും വഴി അറിയാമല്ലോ, നമ്മൾ ആലപ്പുഴ വഴി അല്ലെങ്കിൽ വടവഴി പോവാണെങ്കിലും റോഡ് ഇത്തിരി മോശമാണ്. അപ്പോൾ ഹാഷ് ബാക്കിലും പോയി സെഡാനിലും പോയി. പക്ഷെ രണ്ടിലും ഡ്രൈവർ സൈഡ് സുഖമാണെങ്കിലും പാസഞ്ചേഴ്സിന് വലിയ പ്രശ്നം. അവർക്ക് 1 മണിക്കൂർ കൂടുമ്പോൾ ഇറങ്ങി നിൽക്കണം, പിന്നെ നടുവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ആദ്യമേ തീരുമാനിച്ചു SUV എടുക്കണമെന്ന്. പിന്നെ അതിനുശേഷം കുറെ SUV നോക്കി. മെയിനായിട്ട് ഞാൻ ഫസ്റ്റ് നോക്കിയ ടാറ്റയാണ്. പക്ഷെ എന്റെ ചേട്ടൻ്റെ ഒരു ടാറ്റ നെക്സോൺ ഉണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ സർവീസ് വളരെ മോശമാണ്. കാരണം നല്ല സർവീസ് വളരെ മോശമാണ്, അബദ്ധത്തിൽ പോലും തട്ടിത്തെറിച്ച് ചാടലേ എന്ന് പറഞ്ഞു. നല്ല സാധനം ഇറക്കിയിട്ട് സർവീസ് സെന്റർ സർവീസ് എല്ലായിടത്തും തന്നെ കിട്ടില്ല സാധനം ഇറക്കും. സർവീസ് പക്കയായിട്ട് കൊടുത്തിരുന്നെങ്കിൽ അത് ബെസ്റ്റ് വണ്ടി ആവേണ്ട സാധനമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതല്ല നടക്കുന്നത്. അത് വേറെ സർവീസ് സെന്ററിലെല്ലാം പക്കയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വന്ന സിട്രസ് ആണെങ്കിലും സോറി അത് മാറ്റിക്കണം കേട്ടോ, സിട്രോൺ. പിന്നീട് ജീപ്പിന്റെ ആണെങ്കിലും ജീപ്പിൻ്റെതും ഫിയറ്റ് പിന്നെ ഫോർഡ് എല്ലാം കൂടി ഏതോ ഒറ്റ ടീമാണ് സർവീസ് ചെയ്തത്. പക്ഷെ അത് ക്വാളിറ്റി സാധനമാണ്. പക്ഷെ ടാറ്റ മാത്രം ഇപ്പൊ നമ്പർ 2 നിൽക്കണമെങ്കിലും സെല്ലിംഗ് പെർസ്പെക്റ്റീവ് സെക്കൻഡ് നിൽക്കണമെങ്കിലും മറ്റേ സർവീസിൽ ഏറ്റവും മോശം. ഓക്കെ, സോ അപ്പോ അതാണ് കാര്യം. പക്ഷെ നമ്മുടെ ഫാമിലിയിലോട്ട് എനിക്ക് തോന്നുന്നു, നമ്മുടെ അതായത് ഫാമിലി മീൻസ് നമ്മുടെ ഗ്യാങ്ങില്, ഫ്രണ്ട്സ് ഗ്യാങ്ങില് രണ്ടാമതൊരാള്, അതായത് ഞാൻ കാർ എടുത്തതിന് ശേഷം രണ്ടാമതെടുക്കുന്നതല്ലേ, നമ്മുടെ രണ്ടാമത്തെ മെമ്പറാണ്. അതും ഒരു രണ്ടാമത്തെ അതൊരു SUV ടൈപ്പ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയൊരു ഭയങ്കര എന്താ പറയാ, നമുക്ക് എന്താ ട്രിപ്പിന് വേണ്ടിയിട്ടൊരു വണ്ടി. അയ്യോ, അടിപൊളിയാ. എന്ന് വെച്ചാൽ നമ്മള് രണ്ട് സ്ഥലത്താ, അതായത് ട്രിവാൻഡ്രം ഗ്യാങ്ങും കൊച്ചിയും. അപ്പോ എന്റെ കയ്യിലുള്ള അതെ പക്ഷെ 2 സ്ഥലത്തായി പോയെന്നേ ഉള്ളൂ. രണ്ടുപേർക്കും കൂടെ നമ്മൾ ഒരുമിക്കണത് ഇവിടെയാണല്ലേ കൂടുതൽ, കൊച്ചിയിലാണ് കൂടുതൽ നമ്മൾ വരുന്നത്. അപ്പൊ ആ ടൈമിൽ നമുക്ക് പോകാനായിട്ടൊരു വണ്ടി, അതും ചെറുക്കം തന്നെ എടുത്തെന്ന് പറയുമ്പോ പിന്നെ വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അല്ലാതെ പ്രശ്നം നമുക്ക് നമുക്ക് ഓരോ 1 by 1 ആയിട്ട് ഇന്റീരിയർ ആയിട്ട് തുടങ്ങാം. ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഞാൻ പറയാം, ഈ പണ്ടുള്ള കാറുകളെ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലവർക്ക് അറിയാം, കാർ എന്തോസിയാസിന് അറിയായിരിക്കും. പണ്ട് ഇന്ത്യയിൽ ഇറങ്ങിയ കാർ എന്ന് വെച്ചാൽ എൻ്റെ വലിയച്ഛൻ്റെ ഇരുന്നതും സെയിം ഇതേ മോഡൽ പുതിയ എന്ന് വെച്ചാൽ സെക്കൻഡ് എഡിഷനോ 3rd എഡിഷനോ XUV ആണ്. കാരണം അതിന്റെ ബ്രേക്കിംഗ് ലൈറ്റ് ഡിഫറൻ്റ് ആണ്. സോ ഇവരെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇന്ത്യക്കാർക്ക് വേണ്ടി കോസ്റ്റ് കുറഞ്ഞ രീതിയിലുള്ള ഇന്റീരിയർ അല്ല ചെയ്തത്. വെളിയിൽ നിന്ന് വന്ന മിക്ക കമ്പനി, പ്രത്യേകിച്ച് ഫോർഡ്, മാരുതിയെ കുറ്റം പറയണല്ല, മാരുതി, പിന്നീട് ആ സമയത്ത് ഇറങ്ങിയിരുന്ന ഷെവർലൈറ്റിന്റെ വണ്ടി, പിന്നീട് അമേരിക്കൻ വണ്ടി ബേസിലുള്ള ഫിയറ്റിന്റെ വണ്ടി, ഇവരെല്ലാവരും ഇന്ത്യക്കാരെന്ന് പറയുമ്പം അവർക്ക് അങ്ങനെ
ഇന്റീരിയർ ഒന്നും വേണ്ട, അതുകൊണ്ട് ആ ലുക്കിന് അത്ര പ്രാധാന്യം കൊടുക്കാതെയാണ് നിന്നത്. പക്ഷേ XUV മഹീന്ദ്രയുടെ കേസിൽ നേരെ തിരിച്ചാണ്. മഹീന്ദ്ര എല്ലാം കുത്തി നിറച്ചു. ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ മഹീന്ദ്രയിൽ ഒരു ആഡ് ഉണ്ട്, ഒരു കുതിരപ്പുറത്ത് വരണ രക്ഷിക്കാൻ വരണ ഒരു ആഡ് ഉണ്ട്, ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വരണ ഒരു ആഡ്. അതിൻ്റെ അകത്തുള്ള ഇന്റീരിയറിന്റെ ഒക്കെ ഡിസൈനിങ് എന്ന് പറയുന്ന ആ സമയത്ത് ടോപ്പ് നോച്ചാണ്. ഇപ്പോഴും ഇത് കാണുമ്പോൾ ഫ്രഷ് ആയിട്ട് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 മോഡലാണ്. 2019 മടുപ്പോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ലല്ലോ. അപ്പം അവന്മാരെ ഇന്റീരിയറിൽ ടോപ്പായിട്ട്. പക്ഷെ അതിൽ ഏറ്റവും വലിയ അവരേലെ ഏറ്റവും നോക്കേണ്ട കാര്യമാണ് അവരുടെ ഡോർ ഹാൻഡിലിങ്. അവരുടെ ഡോർ ഹാൻഡിലിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചീറ്റേര കൈ ഉണ്ടല്ലേ, കൈപ്പത്തി, അതിന്റെ മോഡൽ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഡോർ ഹാൻഡിലിങ്. പിന്നീട് ഇത് ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ഇരിക്കണം 2000 XUV 500 ആ സൈഡ് വ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു ചീറ്റ ഇൻസ്പിറേഷൻ ബേസിലാണ് ചെയ്തിരിക്കുന്നത്. 700 കാര്യമല്ല പറയണത്, 500 കാര്യം. പിന്നീട് ഇന്ത്യക്കാർക്ക് വേണ്ടി ആ സമയത്ത് നല്ല വില കുറച്ച് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്പെക്കുള്ള ഇതിന്റെ 4x4 ഉണ്ട്. പക്ഷേ ഡീസൽ എഞ്ചിൻ, എംഹോക്ക് എഞ്ചിൻ, സ്വന്തം എഞ്ചിനാണ്. സ്വന്തമായിട്ട് ഇന്ത്യൻ കമ്പനി ബിൽഡ് ചെയ്ത എംഹോക്കിന്റെ എഞ്ചിന് കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല പല വേരിയൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ ബേസ് വേരിയന്റ് എടുക്കാം. ഇതിപ്പം ഈ വണ്ടി നമ്മൾ ഫസ്റ്റ് എടുക്കുവാണെങ്കിൽ, ഇപ്പം ഈ വണ്ടി നിർത്തിയിട്ടാണ് 700 തുടങ്ങിയത്. ഇത് ഫസ്റ്റ് എടുക്കുവാണെങ്കിൽ ആ കാലത്ത് ടോപ്പ് വേരിയന്റ് 4x4, ഇതിപ്പം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്, ടു വീൽ ഡ്രൈവ് ആണ്. ഇത് ടോപ്പ് എൻഡിന്റെ 2 ഉണ്ട്, 2 വീലും ഉണ്ട്, 4 വീലും ഉണ്ട്. അതിൽ 4 വീൽ എന്ന് പറയുന്നത് 25.5 അങ്ങനെ എന്തോ ആണ്. ഇത് 24.5 25 അടുപ്പിച്ച് വരും. പക്ഷെ ഈ വണ്ടി സ്റ്റാർട്ടിങ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15 കിട്ടും. ബാക്കി നമ്മള് വേറെ ആയിട്ട് എടുക്കുവാണെങ്കിൽ, അതായത് ഫ്രഷ് എന്ന് വെച്ചാൽ ഈ ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ ഓട്ടോമാറ്റിക് ഇല്ല, പെട്രോള് ഫസ്റ്റ് ഓപ്ഷൻ ബേസ് മോഡല് മിക്കതും. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് മോഡൽ അങ്ങനെ ആരും ഒന്നുകിൽ ബേസ് മോഡലിന് ശേഷമുള്ള 2nd or 3rd മോഡൽ എടുക്കാൻ പോകുള്ളൂ. കാരണം ബേസ് മോഡലിൽ അവന്മാർ ഒന്നും കാണിക്കൂല. അവരിപ്പോൾ ടെസ്റ്റ് ചെയ്യണമായാൽ പോലും ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ടെസ്റ്റിംഗ് കേസ് ഉണ്ടല്ലോ, ഈ ഗ്ലോബൽ എൻക്യാപ്പ്, ഭാരത് എൻക്യാപ്പ് എന്ന് പറയുന്ന ടെസ്റ്റിംഗ് കേസിലായാൽ പോലും അവന്മാർ ബേസ് മോഡലല്ല ടെസ്റ്റിന് കൊണ്ടു കൊടുക്കണം. ഏറ്റവും ഹൈ എൻഡ് മോഡലാണ് അവന്മാർ ടെസ്റ്റിന് കൊടുക്കണം. ദെൻ അതിൽ 5 സ്റ്റാർ അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെന്ന് എടുക്കണേ. അതെ അതെ, അല്ല ഇതിന് 5 സ്റ്റാർ ഉണ്ടാകും, ഇതിന് 4 ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 5 സ്റ്റാർ കിട്ടിയത് ടാറ്റ വണ്ടിക്കാണ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ബ്രാൻഡ് വണ്ടിക്ക് ടാറ്റയ്ക്കാണ് കിട്ടിയതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഇത് ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യാൻ കാര്യം എന്താ, മാനുവൽ ചൂസ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എറണാകുളത്ത് വരുന്നവരെ വലിയ മാനുവൽ ഫാൻ ആയിരുന്നു. എനിക്ക് നാട്ടിലുള്ള ഷെവർലായിരുന്നാലും നെക്സോൺ ആയിരുന്നാലും വീട്ടിലുള്ള എല്ലാ വണ്ടിയും മാനുവൽ എടുത്തിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് അങ്ങനെ ആരും എടുക്കത്തില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് പണി പാളിയത്. കാര്യം ഭയങ്കര ട്രാഫിക്കാണ്. അത് മാത്രമല്ല ലോങ് പോകുകയാണെങ്കിൽ ഞാൻ മാത്രമേ എടുക്കാറുള്ളൂ. അനിയത്തി ലൈസൻസ് ഉണ്ടെങ്കിലും അവർക്ക് ഇത്ര ലോങ് ഓടിച്ച് വലിയ പരിചയമില്ല. അമ്മയ്ക്ക് ലൈസൻസ് ഉണ്ട്, അമ്മ കാർ ഓടിക്കുമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഈ ലോ ബിപിയുടെ സീൻ വന്നതിന് ശേഷം അമ്മയെ വണ്ടി എടുക്കാറില്ല. അപ്പം ഞാൻ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങ് ഓട്ടിച്ച് പോകും. ഇപ്പം 6 മണിക്കൂറാണ് ടോട്ടൽ എടുക്കുന്നത് വീട് എത്താനായിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, 3 മണിക്കൂർ വണ്ടി ഓടിക്കും. ഈ വണ്ടിയാണെങ്കിൽ നിർത്തും, പിന്നെ എടുക്കും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ആളാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് മാനുവൽ എടുക്കുകയാണെങ്കിൽ കാലിന് വലിയ പണിയാണ്. നമുക്ക് ഇതിന് മുന്നേ ഒരു i20 ഉണ്ടായിരുന്നല്ലോ. അതല്ല നമ്മള് നോർമലി ഇവിടെ വരുന്ന ടൈമിലൊക്കെ എടുക്കുന്ന ഒരു വണ്ടി ചേച്ചിയിലുണ്ട്. അതായത് നമ്മള് പഴയ വീഡിയോയിലൊക്കെ പട്ടവട ട്രിപ്പിന് ഞങ്ങൾ എടുത്ത വണ്ടി i20 ആണ്. അപ്പൊ അന്ന് തൊട്ടേ അവന്റെ ഒരു ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ അതിന് മുന്നേ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഫസ്റ്റ് ഇരുന്ന വണ്ടി ഏതാണ് എന്റെ സ്വന്തമായിട്ടിരുന്നത്? സ്പാർക്ക്. അത് ഇപ്പോഴും ഉണ്ടോ? പക്ഷെ അത് ഇല്ലാതെ കിടക്കുക. CNG പ്ലസ് പെട്രോൾ ആണ്. അത് നമ്മുടെ കൊറോണ ടൈം കഴിഞ്ഞ ശേഷം അതിൽ പ്രശ്നം എന്ന് വെച്ചാല് വലിയമ്മയുടെ അതായത് അമ്മ എടുത്തതാണ്. പക്ഷെ വലിയമ്മയാണ് കുറെ കാലം ഓട്ടിച്ചത്. അപ്പൊ ഇടയ്ക്ക് വലിയമ്മയ്ക്ക് മലപ്പുറത്തോട്ട് ഇടുമ്പോഴത്തേക്കും വണ്ടി കുറെ കാലം അങ്ങനെ ഇട്ടിരുന്നു. അതിനുശേഷം നമ്മള് ഷെവർലയുടെ സർവീസ് ഒക്കെ ഷെവർല ഇവിടെ നിർത്തിയല്ലോ, പുറത്തെ സർവീസ് സെന്ററിലാണ് കൊടുക്കാറ്. വണ്ടിക്ക് CNG പ്ലസ് പെട്രോൾ ഉണ്ട്. അപ്പോൾ പ്രശ്നം സംഭവിച്ചതെന്ന് വെച്ചാല് വണ്ടി
സർവീസിന് കൊടുക്കുമ്പോഴത്തേക്കും ആൾക്കാർ CNG ഫിൽറ്റർ അതൊന്നും അവർ ചെക്ക് ചെയ്തില്ല. പക്ഷേ പെട്രോളിന്റെ മാത്രം ഫിൽറ്റർ എല്ലാം മാറ്റും, എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്കൊന്നും ഇതിനെപ്പറ്റി വലിയ പിടുത്തമില്ലല്ലോ. ഞാൻ സർവീസിന് ഇപ്പം ഓരോ എനിക്ക് തോന്നുന്നു 5,000-10,000 കിലോമീറ്റർ ആകുമ്പോഴാണ് സർവീസിന് കൊടുക്കുന്നത്. അപ്പോൾ സർവീസിന് കൊടുക്കും, കൊണ്ടുവരും, സർവീസിനോട് കൊണ്ടുവരും. അപ്പോൾ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം വണ്ടിക്ക് നോക്കുമ്പോഴത്തേക്ക് CNG മാറ്റുമ്പോഴത്തേക്കും വണ്ടി എന്താ പറയണ്ട, നമുക്ക് പുള്ളിങ് കിട്ടുന്നില്ല, പവർ കിട്ടുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളായി. അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് ഒരു 2-3 സ്ഥലത്ത് കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ മിക്കയിടത്ത് CNG ചെയ്യുന്ന ആൾക്കാർ അവിടെ വളരെ കുറവാണ്. CNG ചെയ്യാനല്ല, നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. ചുമ്മാ ഈ തട്ടി വണ്ടി ഇല്ലാതാക്കുന്ന കുറേ ടൈപ്പുണ്ട്, അവിടെ കൊടുക്കാറില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഇതിനെങ്ങനെ CNGക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ആയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ കോളേജ്, ജോലി അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് വണ്ടി അങ്ങനെ ഇട്ടിട്ട് വണ്ടി ഇല്ലാതായി. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 സ്റ്റാർ ആണ്. 4 സ്റ്റാർ ആണ്. കാരണം എനിക്ക് അത് തോന്നി. കാരണം ഇന്ത്യൻ കമ്പനികളിൽ ഒരു സമയത്ത് നമ്മളെ സേഫ്റ്റി പഠിപ്പിച്ചതും കൂടി ഇന്ത്യൻ കമ്പനീസ് ആണ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ടാറ്റ, ഒരിക്കലും പറയില്ല, സഹോദരങ്ങളാണ് ഇവര്. അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയില്ലാത്ത രീതിയിൽ പോകുന്ന കമ്പനികളാണ്. കാരണം ഇപ്പം ടാറ്റ ഒരു സമയത്ത് നല്ല വളർന്നു നിന്ന സമയമുണ്ട്, ഇപ്പോഴും വളർന്നു നിൽക്കുകയാണ്. ടാറ്റ ഇത്രയും പീക്കിൽ നിന്ന സമയത്ത് മഹീന്ദ്രയുടെ വണ്ടികളെല്ലാം ഇറങ്ങണതെല്ലാം അത്യാവശ്യം വിറ്റ് പോവുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ വിറ്റ് പോയത് താറാണ്. താറിന്റെ ഡിസൈൻ ഏതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. ബാക്കി അവർക്ക് സ്വന്തമായിട്ടൊരു ഡിസൈനിങ് ഗ്രൂപ്പ് പെനിൻഫെരീര എന്ന് പറയുന്ന ഒരു കമ്പനിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരത് നല്ല രീതിയിൽ യൂസ് ചെയ്തില്ല. പ്രത്യേകിച്ച് ഇലക്ട്രിക് ഇൻഡസ്ട്രിയിലോട്ട് ടാറ്റ നല്ല കയറി ഒരു പീക്ക് ലെവലിൽ എത്തിയപ്പം ഇനി മനസ്സിലായി, മഹീന്ദ്രയ്ക്ക് മനസ്സിലായി ഇനി നടക്കാൻ പറ്റില്ല. ആദ്യം എന്ത് ചെയ്തു, ടാറ്റയുടെ ഡിസൈനറിനെ തന്നെ അവന്മാർ പൊക്കി. പ്രതാപ് ബോസ് എന്നാണ് ആളുടെ ഡിസൈനറിന്റെ പേര്. പ്രതാപ് ബോസിനെ പൊക്കി. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന B6, XUV9, സോറി XCV9, 9S എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ 7-സീറ്റർ ഇലക്ട്രിക് കാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള കണക്ക് പ്രകാരം ഇന്ത്യയിൽ ടെസ്ല വന്നിട്ട് പോലും അവന്മാർക്ക് വിൽക്കാൻ പറ്റില്ലെന്നാണ് പറയണത്. സെയിം ടൈം ബാറ്റ്മാൻ എഡിഷൻ B6 വിറ്റ് പോയത് എന്ന് വെച്ചാൽ 999 കാറേ ഉള്ളുമായിരുന്നു. അത് എല്ലാം അറൗണ്ട് 24 മണിക്കൂറിനുള്ളിൽ അതെല്ലാം പ്രീ ബുക്ക് ആയി. മഹീന്ദ്രയെ പറ്റി പറയുമ്പം മുന്നിൽ തന്നെ പോകുന്നൊരു മഹീന്ദ്ര താർ, അത് താർ റോക്സ് അല്ലേ? താർ റോക്സ് ആണ്. പക്ഷെ അതിന്റെ അകത്ത് ഇരിക്കുന്ന ഇത് ആക്സസറീസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ആക്സസറീസ്. അപ്പൊ നമ്മളിങ്ങനെ കാര്യത്തിൽ നിന്ന് തെന്നി മാറാണ്. അപ്പൊ നമുക്ക് ഇനി ഇന്റീരിയറിലോട്ട് കിടക്കാം. ഫ്രണ്ട് ഫ്രം ഡാഷ്ബോർഡ് ഫുൾ ലെതർ ഫിനിഷ് ആണ് അല്ലടാ? ഫുൾ ലെതർ ആണ്. ഇതിപ്പോ ഫുൾ ഓപ്ഷൻ അല്ലേ? ലെതർ ടൈപ്പ് തന്നെ, അതാ ഫുള്ള് ലെതർ ടൈപ്പ്. പിന്നെ ഇതാ നമ്മുടെ ഡോർ ഹാൻഡിൽ ആണെങ്കിൽ ലെതർ ടൈപ്പ് എന്നൊക്കെ പറയാം. ഒരു എന്താ പറയാ, ഭയങ്കര ഇവരെ ബിൽഡ് ക്വാളിറ്റി തന്നെ അറിയാലോ. മഹീന്ദ്രയുടെ ബിൽഡ് ക്വാളിറ്റി അല്ലേ? നല്ല അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ സ്പീക്കർ ഗ്രിഡ് വരുന്നത് കുറച്ച് അപ്പാണ്. നമ്മുടെ നോർമൽ വണ്ടിയിലൊക്കെ കാണുന്നത് ഡൗൺ ആണ്, കുറച്ച് നല്ല ഡൗൺ ആണ്. പക്ഷെ ഇവരൊരു കുറച്ചൊരു ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സിസ്റ്റം ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്താ പറയാ, പ്യുവർ ലെതർ അല്ല ഇത്. പ്യുവർ ലെതർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ചൂടാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതായത് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇത് ഏതിന്റെ ആണെന്ന് അറിയാവോ? ഓണോ മറ്റേ ഇതൊന്നുമല്ല, ഹർമൻ ഒന്നും അല്ലല്ലോ. ഇതിനൊക്കെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും ഓപ്ഷൻ ഒന്നും എനിക്ക് അറിയത്തില്ല. 1/1 മ്യൂട്ട്, ഇൻഫോ, ഇക്വലൈസർ, ഇത് ഫുൾ അതിന്റെ ഓഡിയോ സിസ്റ്റം ഹാൻഡ്ലിങ്. പിന്നെ ഫോർവേഡ്, ഇത് നമുക്ക് മൾട്ടിപർപ്പസ് ആണ് ഈ മെയിൻ. AC, ഓക്കെ. പിന്നെ വീഡിയോ ലിസ്റ്റ്, നേവി, ഇതിൽ തന്നെ ഈ മൈക്ക് എവിടെയാടാ വരുന്നത്? ഇതില് പിന്നെ നമുക്ക് വരുന്നത് നോർമലി പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഇതിന്റെ വരുന്നത്. നമുക്ക് കീ ഫുള്ളി വയർലെസ്. നമുക്ക് കീ എന്താ കയ്യിൽ ഉണ്ടായിരുന്നാ മതിയല്ലേ കയറുന്ന ടൈമില്? കീ നമ്മുടെ നമ്മൾക്ക് വന്നാലും നമുക്ക് ഡോർ ഹാൻഡിൽ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ ലോക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് എല്ലാം ചെയ്യാം. നമ്മുടെ
കീ വയർലെസ് കീ എപ്പോഴും സിഗ്നൽ വേണം അവിടെ വണ്ടി നിൽക്കും. ഇതാണ് അതിൻ്റെ കീ നമുക്ക് ഇവിടെ ഇങ്ങനെ വയ്ക്കാനായിട്ടൊരു പൊസിഷൻ ഇല്ല. എനിക്ക് ഒന്ന് ഇതിനകത്ത് കയ്യിൽ നോർമൽ B6 അതിലൊക്കെ ആണെങ്കിൽ എപ്പോഴും കീ ഇങ്ങനെ മാത്രമേ ഉള്ളൂ ഹോൾഡ് ചെയ്ത്, അതായത് ഒരു മാഗ്നറ്റിക് ഉണ്ട്, അത് അവിടെ കൊണ്ട് നമുക്ക് ഇങ്ങ് വയ്ക്കാൻ പറ്റും. അത് B6 മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ ഉടനെ ഒരു B6 വരും കേട്ടോ, ഞാൻ തന്നെ എടുക്കും. പിന്നെ ഉള്ളത് നമുക്ക് എന്താ പറയാ, ഇലക്ട്രിക്കും വേണം. അതെ, ഓട്ടോമാറ്റിക് സിസ്റ്റം കംപ്ലീറ്റ് ഇവിടെയാണ്. ഇത് നമുക്ക് മാനുവലിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. സൈഡിലോട്ട് ആയി കഴിഞ്ഞാൽ അത് മാനുവലായി. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫുൾ. 7W പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. പെഡൽ ഷിഫ്റ്റ് അത്യാവശ്യം കിട്ടില്ല സാധനമാണ്. ഇതിനെപ്പറ്റി പറ ഫുൾ. സോറി, പാഡൽ ഷിഫ്റ്റ് നമുക്ക് ഇതിലാണ്, അതായത് പാഡൽ ഷിഫ്റ്റ് വരുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ മീറ്റർ സിസ്റ്റം, നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്റർ, പിന്നെ ഫ്യൂൽ ഗേജ് ഉണ്ട്. റൈറ്റ് സൈഡിൽ നമ്മൾ RPMന്റെ, പിന്നെ എഞ്ചിൻ കൂളിങ്, ആ കാര്യങ്ങൾ. പിന്നെ TPMS, ഇത് ഫുൾ ഓപ്ഷൻ ആൻഡ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെൻസറിൻ്റെ അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ നടുക്ക് വരുമ്പോഴത്തേക്കാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പം അങ്ങനെയുള്ള വാർണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ നടുക്കാണ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വരുമ്പോഴത്തേക്കും ഫോണ്, മ്യൂട്ട്, പിന്നെ നമുക്ക് സോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ളത്, സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സോങ് കൂട്ടാം, അല്ലെങ്കിൽ കോൾ എടുക്കാം, കോൾ കട്ട് ചെയ്യാം. റൈറ്റ് സൈഡ് വരുന്നത് നമ്മുടെ ഇതാണ്, ക്രൂയിസ് കൺട്രോൾ ആണ്. ഇത് നമുക്ക് കമാൻഡ് പറഞ്ഞ് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കമാൻഡ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് കമാൻഡ് പറഞ്ഞാൽ കുറച്ച് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, കോളിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് വരുന്നത് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാനാണ്. ഇപ്പം 40 മുകളിൽ ഏത് സ്പീഡിലായിരുന്നല്ലോ, ഇപ്പോൾ ഞാൻ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കുറയ്ക്കാം, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടാം. പിന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് ആണെങ്കിൽ നമ്മൾ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ ഇത് ഡിസെൻഗേജ് എല്ലാ വണ്ടിയിലെ പോലെ തന്നെ. അപ്പോൾ നമുക്കത് വീണ്ടും പഴയ സ്പീഡിൽ റെസ്യൂം വേണമെങ്കിൽ ഈ റെസ് പതിക്കുക മതി, റെസ്യൂം ആവും. നോർമൽ ഇപ്പം നമുക്ക് ഈ ഒരുപാട് മോഡുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അല്ലേ വരുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? പണ്ടത്തെ അങ്ങനെ ഇല്ല. അതെന്ന് വെച്ചാൽ ഒരു മോഡ് ഓപ്ഷൻ കൂടുതൽ കൊണ്ടുവന്നത് ആരാണ്? ഇതിൽ അങ്ങനെ ഇല്ല. മോഡ് ഓപ്ഷൻ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നത് അത് ടാറ്റ ആണെന്ന് തോന്നുന്നു. കാരണം അവന്മാര് ടാറ്റ ആണോ അതോ എന്നുവെച്ചാൽ ഇന്ത്യൻ കമ്പനിയാണ് കേട്ടോ മോഡ് ഓപ്ഷൻ കൊണ്ടുവന്നത്. അല്ല, ഇത് തന്നെ മാരുതി തന്നെയാണ് മോഡ് ഓപ്ഷൻ, ഇക്കോ മോഡ് അങ്ങനെ ഏതോ കൊണ്ടുവന്നത് മാരുതി ആണെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും മിസ്സായി, നമുക്ക് ഇത് നോക്കാം. നമ്മുടെ എന്താ പറയാ, AC വെന്റിലേഷൻ, AC ആ മഹീന്ദ്ര കാണിച്ചാണ്. പുതിയ മഹീന്ദ്ര ആ കണക്റ്റിംഗ് DRL കണ്ടോ, ആ കണക്റ്റിംഗ് DRL ഫസ്റ്റ് കൊണ്ടുവന്നത് പോർഷെയാണ്. ഇപ്പൊ എല്ലാ വണ്ടികളും അത് ഇറക്കണം. ഓക്കെ, പിന്നെ ഇതിന്റെ വെന്റിലേഷൻ അത്യാവശ്യം എന്താ പറയാ, നല്ല തണുപ്പുണ്ട്. ഇതിപ്പോ ഫ്രണ്ടിൽ തന്നെ ഒരു ലെഫ്റ്റ് സൈഡ് സെൻട്രൽ പൊസിഷനിൽ ഇൻഫോർടൈൻമെന്റിന്റെ ലെഫ്റ്റും റൈറ്റും, പിന്നെ റൈറ്റ് സൈഡ് റൈറ്റ് ഉണ്ട്. ബാക്കിൽ കാണിച്ചു കൊടുത്താടാ. ബാക്കിലാണെങ്കിൽ റൈറ്റ് സൈഡും അവിടെയും പിന്നെ ലെഫ്റ്റ് സൈഡ് രണ്ടും ഡോറിലാണല്ലേ വരുന്നത്. പില്ലറിലാണ്. പിന്നെ തേർഡ് റോയിലും ഉണ്ട്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോഴേ തേർഡ് റോയിലോട്ട് പോകത്തുള്ളൂ. പിന്നെ അവിടെ ബാക്കിൽ തന്നെ നമുക്ക് ഡയലുണ്ട്, കൂട്ടാനും കുറയ്ക്കാനേ. ഇവിടെ ഉള്ള പോലെ തന്നെ 4 ലെവൽ കൂട്ടാനും കുറയ്ക്കാൻ തേർഡ് റോയിലുണ്ട്. തേർഡ് റോയിൽ ആൾക്കാരില്ലാത്തപ്പോൾ നമുക്ക് ഇത് ഇവിടെ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് സ്പീക്കർ സിസ്റ്റം. സ്പീക്കർ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല എന്ന് വെച്ചാൽ നമുക്കൊരു സബ് വൂഫർ ടൈപ്പും അങ്ങനെ ഒന്നും ഇതിലില്ല. പക്ഷേ അവർ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സ്പീക്കർ സിസ്റ്റത്തിൻ്റെ ഒരു ക്വാളിറ്റി അത് ഓൺ ആയിരിക്കാം പക്ഷെ നല്ല. പക്ഷെ ആ സമയം ഹർമനൊക്കെ ഇപ്പോഴല്ലേ, ഞാൻ മാരുതിയുടെ എല്ലാ വണ്ടിയിലും കണ്ടിട്ടുണ്ട്. മാരുതിയുടെ ഓൾട്ടയിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഹർമനുമായിട്ട് ഇപ്പൊ മിക്ക കമ്പനികളും വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അവര് കസ്റ്റമൈസ് ചെയ്ത് കാറിന് വേണ്ടി മാത്രം ചെയ്യുന്നുണ്ട്. കാറിന് വേണ്ടി മാത്രം. ഇപ്പൊ പണ്ട് ചിലവർ പറയുന്നു സോണിയുടെ സ്പീക്കർ, പക്ഷെ സോണി ഒന്നും അല്ലേ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അവര് വേറെ
സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തു. ഇവിടെ പിന്നെ ഇവിടെ നമുക്ക് എയർ ബാഗ് 6 വരുന്നുണ്ട്. ഫ്രണ്ട് 2 സൈഡ് ഉണ്ട്. പിന്നെ നമുക്ക് എയർ ബാഗ് വരുന്നത് എവിടെ? സൈഡ് ഇത് വന്ന് സൈഡില് ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിലും, അതായത് സെക്കൻഡ് റോയിലും സൈഡ് ഗ്ലാസിന് അവിടെ ഉണ്ട്. ഓ, ടോട്ടൽ എത്ര? 6 എയർ ബാഗ് അല്ലേ? സേഫ്റ്റി കുട്ടാ. ചെറിയൊരു സ്പീഡിൽ പോയാലും ഒരു 60 പോയാലൊന്നും പറ്റത്തില്ല. എല്ലാ വണ്ടി 60-65 ആ സ്പീഡിൽ എന്തോലും ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു പാവക്കുട്ടിയുണ്ട്. അബിയുടെ പാവക്കുട്ടിയാണോ? അമ്മ വാങ്ങിയത്. ഇതിനെന്താ പറയണ? നമ്മുടെ വാനിറ്റി മിറർ. നമുക്ക് മിറർ കാണിച്ചു തരാം. ഹായ്, ദാസിനെ കാണിക്കാം. നമ്മുടെ അടുത്ത പാസഞ്ചർ എക്സ്പീരിയൻസ് കണ്ട. സോ നെക്സ്റ്റ് ഇനി നമുക്ക് ഇതിന്റെ റൂഫിലോട്ട് വരാം. റൂഫില് ചെറിയ ഡാർക്കാണ്. ഒന്നുകൂടെ ഒന്ന് നിൽക്കട. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും അറിയാൻ പറ്റൂല. സോ ഫ്രം അല്ലടാ, അത് അതിന്റെ പ്രശ്നമല്ല. കിട്ടി മനസ്സിലായി. ഓക്കെ ഫ്രം നമുക്ക് മിററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മിററിന്റെ പാർട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് എന്താ ഐറ്റം? ഇവിടെ നിന്ന് തുടങ്ങാം. സൺഗ്ലാസ്, അതായത് നമ്മുടെ പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഇതിന്റെ ലൈറ്റ് എന്ന് പറയുമ്പോ ഇത് പ്രസ് ആണോ? പ്രസ് അല്ലേ? അതായത് ഓക്കെ ഇവിടെ പ്രസ് നല്ല ലൈറ്റ് ആണ്. നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കും എന്ത് ഇന്റൻസ് ആണ് ലൈറ്റ്. ഇതാ ഓക്കെ. ഇത് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റത്തിൽ പറഞ്ഞെത്തിയില്ല. സൺറൂഫ് ആണ് ഉപയോഗിച്ചത് നമ്മുടെ വണ്ടി. സൺറൂഫ് പക്ഷേ ഫുള്ളല്ല, അതല്ലേ പനോരമിക് എന്ന് പറയുന്നത്. സാധാ സൺറൂഫ്. അതായത് ഇത് ക്ലോസ് ആണെങ്കിൽ മൂൺ റൂഫും അല്ലല്ല, മൂൺ റൂഫ് നമുക്ക് തുറക്കാൻ പറ്റില്ലല്ലോ. അതെ, തുറന്ന് കാണിക്കുക. ഇത് ഏത് ബട്ടനാണ്? ഇതല്ലേ മുകളിലത്തെ? വാവ്. ഓക്കെ, നിങ്ങളാ ഫുള്ള് വ്യൂ കണ്ട. ഇനി ഞാൻ ക്ലോസ് ചെയ്യാം. ബാക്ക്. ഓ ശേടാ മോനെ, അത് അറിഞ്ഞൂടായിരുന്നു കേട്ടോ എനിക്ക്. അതെന്ന് വെച്ചാൽ എന്താ, എയർ വരാൻ വേണ്ടി മാത്രം അങ്ങനെയാണോ? മോഡൽ. ഓക്കെ, അപ്പോൾ അതായിരുന്നു സൺറൂഫിൻ്റെ കാര്യം. ഇനി എന്താണ് മിസ്സായത്? ഇനി നമുക്ക് കോ ഡ്രൈവർ സീറ്റിൻ്റെ കാര്യം പറയാം. കോ ഡ്രൈവർ സീറ്റിൽ അത്യാവശ്യം നല്ല കംഫർട്ടും തൈ സപ്പോർട്ടും. അല്ല, ഞാൻ ഇരിക്കുന്ന വെച്ചിട്ടേ തൈ സപ്പോർട്ടും അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്കല്ല അത്യാവശ്യം നല്ല ഇരിക്കുന്നത്, ഭയങ്കര കംഫോർട്ട്. നമുക്ക് എന്തായാലും ഞാൻ ഒരാൾക്ക് ഭയങ്കര സേഫ്റ്റി ആയിട്ട് എക്സ്ട്രാ ഓർഡിനറി. പിന്നെ ഇവിടെ ഇപ്പോ ഫുൾ ബാക്ക് ചെയ്ത്, അതായത് ഫുള്ള് നമ്മളിങ്ങനെ ഇറക്കിയിട്ടിരുന്നാലും ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് വരുന്നില്ല. അത്രയ്ക്കും എന്താ പറയാ, അതെ, ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ഡാഷ്ബോർഡ് കാണിച്ചില്ലല്ലേ? ഡാഷ്ബോർഡിൽ ഇതിൻ്റെ ക്യാമറ, ബാഗ് കുഴപ്പമില്ലാത്തൊരു ചെക്കൊക്കെ ഇരിക്കണടാ. ചെക്കൊന്നും കാണിച്ചു തരില്ല നമ്മള്. അതെ, റിച്ച് നമ്മള്. ഓക്കെ, ഇതും കൂടെയാണ്. മുകളിലും ഉണ്ടോ? ഇല്ല, അതെങ്ങനെ ഓപ്പൺ ആക്കണം? പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആവോ? ഓക്കെ. എനിക്ക് ഇതിന്റെ ആ ഒരു ടച്ച് ആൻഡ് ഫീല്,
ഓ ഫ്രണ്ടിലും ഉണ്ട്, അത് പ്രസ് ചെയ്താൽ മതി. ഹായ്, അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ആലോചിക്കണം. തുറന്നു പറഞ്ഞു. നൈസ് 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 നൈസ്. എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുത്തു. അഴകിയരാവണ സിനിമ പറയുന്നില്ല, എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇത് നമ്മൾ എന്തോ പറയണ നോർമലി ഹാൻഡ് റെസ്റ്റ് എന്നാണ്. ഹാൻഡ് റെസ്റ്റ് എന്ന് പറയാം. തൈ സപ്പോർട്ട് അല്ല, ആം സപ്പോർട്ട് ഇരിക്കും. ഓക്കെ, കൈ വെച്ചേണ്ട. ഇതെങ്ങനെ പൊക്കുന്ന എങ്ങനെ? രണ്ട് ബട്ടണുണ്ട്. ഇപ്പം ബാക്കിലോട്ടാക്കി, ഇതിപ്പോ നമുക്ക് ഫ്രണ്ടിലോട്ട് ടെസ്റ്റ് ചെയ്യാം. ബാക്കിലോട്ടാക്കിയിട്ട് ഓപ്പൺ ചെയ്യാം. രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം താഴെ നമുക്ക് അതായത് ചെറിയ ബോട്ടിലൊക്കെ വെച്ച്. ഓ അവിടെ അവിടെ ഒരു ഓർബിറ്റ് ഇരിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് എടാ ഇതിനകത്ത് കൂളിംഗ് നിൽക്കുമെന്നാണ് പറഞ്ഞത്. കുപ്പിയൊക്കെ വെച്ചിട്ട് ജില്ലായി പോവാം. ബാക്കിലുണ്ടോ അത്? ബാക്കിൽ അടിക്കാം. എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സ്റ്റീരിയർ നോക്കാം. എക്സ്റ്റീരിയർ പറഞ്ഞു തരാൻ മാത്രം അത്ര കിടിലൊന്നുമല്ല ഞാൻ. ജസ്റ്റ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഔട്ട് സൈഡ്. ഡോർ ഹാൻഡിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇതിങ്ങനെയാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് തുറക്കുന്നത്. സോ ബാക്ക് സീറ്റിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇതും ഹൈഡ്രോളിക് തന്നെ. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് ബാക്ക് ഡിക്കി, പിന്നെ ബൂട്ട് സ്പേസ് ഞങ്ങളുടെ ഫുള്ള് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ സെവൻ സീറ്റർ ആയ ഒട്ടുമില്ല, വളരെ കുറവാണ്. ബൂട്ട് സ്പേസ് ഇത്ര വരത്തുള്ളൂ. നമുക്ക് ഇതിന്റെ അടിയിലല്ലേ ഇത് സ്റ്റെപ്നിയും കാര്യങ്ങളൊക്കെ. അത് എടുക്കണ്ട. ഇത് തുറന്നിട്ട് അടിയിലാണ് ടയർ. ഓ നൈസ്, അടിയിലാണല്ലേ ആയിരുന്നു. ഇപ്പൊ ബാക്ക് സീറ്റ് നീ മടക്കി വെച്ചിരിക്കുന്ന. ഇത് ടോയിങ്ങിന്റെ സംഭവം. പിന്നെ ഇത് ജാക്ക്. ഇത് ഇതിന്റെ അല്ലേ ബാക്ക് സീറ്റിന്റെ? ബാക്ക് സീറ്റിന്റെ ഇതാണ് അതിന്റെ AC യുടെ കൺട്രോൾ. ബാക്കിൽ കണ്ടോ, നമുക്ക് 3 കൺട്രോൾ വരും. ഇവിടെ തന്നെ ഹാൻഡിൽ ചെയ്യാം, മാറ്റാൻ പറ്റും. നമ്മൾ അവിടെ ഓൺ ആക്കിയാൽ മാത്രം മതി. ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ. ഇത് ഫുള്ള് ഇതല്ലേ ലെതർ ചെയ്തിരിക്കുന്നല്ലേ? അത് ഒരു കമ്പനി തെറ്റി തന്നെ. W11 ഫുൾ ഓപ്ഷൻ ലെതർ ആയിരുന്നു. ഓ അടിപൊളി അടിപൊളി അടിപൊളി.